ഒരിടത്ത് ഒരു ഏറാടി ഉണ്ടായിരുന്നു. അനാഥകളായ അമ്മമാർ പാർക്കുന്ന ഒരു മന്ദിരം ഏറാടി നടത്തി വന്നിരുന്നു. കടബാധ്യതകൾ ഏറാടിയെ ആ മന്ദിരം അടച്ചുപൂട്ടാൻ നിർബന്ധിതനാക്കി. ചേക്ക നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ആ പാവ അമ്മമാർ ഒരു വശത്ത്, മറ്റു മാർഗങ്ങളില്ലാതെ നിസ്സഹായനായ ഏറാടി മറുവശത്ത്. അതിന് നടുവിലേക്ക് ഒരു പ്രഭാതത്തിൽ ആ ചെറുപ്പക്കാരൻ കൂടിയെത്തുന്നു, വിവേക്. അയാളെ നഗരത്തിലേക്ക് കൊണ്ടുവന്ന തീവണ്ടിയിൽ അഖിലയും ഉണ്ടായിരുന്നു. മനോരോഗിയായ അവളുടെ അമ്മയും കൊണ്ട് അഭയം തേടി. ഈ കഥ അവരുടേതും കൂടിയാണ്. വിവേകിന്റെ, അഖിലയുടെ, പിന്നെ കുറെ അമ്മ കിളികളുടെ. ഹലോ, മിസ്റ്റർ വിവേക്. ഹലോ മിസ്റ്റർ വിവേക്. അതെ, ഐ ആം മിസ്റ്റർ ശ്രീകണ്ഠൻ, ഇന്ന് വിരമിക്കുന്ന ഏറാടി ഫാർമസ്യൂട്ടിക്കൽസിന്റെ മാനേജർ. മിസ്റ്റർ വിവേക്, താങ്കളെ താമസ സ്ഥലത്ത് കൊണ്ട് എത്തിക്കേണ്ടതും താങ്കൾ ഏറ്റെടുക്കാൻ പോകുന്ന ജോലിയുടെ വിശദാംശങ്ങൾ താങ്കളെ പഠിപ്പിക്കേണ്ടതും എന്റെ ഡ്യൂട്ടിയാണ്. നമുക്ക് പോവാം. അല്ല, എന്റെ ബൈക്ക് ഡെലിവറി എടുക്കണം. ഓഫ് കോഴ്സ്, ബൈക്ക് ബുക്ക് ചെയ്യേണ്ട റെസീറ്റ് എടുക്കൂ. ഇത് തന്നെ നമ്മുടെ സ്ഥലം. പയ്യ പയ്യ. ഇവിടെ 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 ഇവിടെ. ആ മതി. കണ്ടാ പഴക്കം തോന്നിക്കുമെങ്കിലും താങ്കൾ താമസിക്കാൻ പോകുന്ന ഈ സ്ഥലമേ ഒരു ലക്കി പ്ലേസ് ആണ്. ആർക്ക് ലക്കി? ഇതിന്റെ ഓണർക്ക്. ഇവിടെ മാസവാടകയ്ക്ക് മുറികൾ കൊടുത്തോണ്ടായിരുന്നു തുടക്കം. ഇപ്പൊ അദ്ദേഹത്തിന് സിറ്റിയിൽ ഹോട്ടൽ 3. അതുകൊണ്ട് നമുക്കെന്ത് കാര്യം? ഒരു കാര്യമില്ല. അദ്ദേഹം നന്നായ അദ്ദേഹത്തിനുള്ള. വരൂ, വലത് കാലം വെച്ച് കയറണേ. കുറച്ചുകൂടെ കൊള്ളാവുന്ന സ്ഥലങ്ങളൊന്നും ഇല്ലേ ഈ ടൗണില്? പിന്നെ താജ് റെസിഡൻസി മുതൽ താര ലോഡ്ജ് വരെയുള്ള ടൗൺ അല്ലേ ഇത്? പിന്നെ റെസിഡൻഷ്യൽ ഫ്ലാറ്റ്സ്, ഇൻഡിപെൻഡന്റ് ഹൗസസ് ഒക്കെ സുലഭമല്ലേ? പക്ഷേ ഏറാടി സാർ അദ്ദേഹത്തിന്റെ മാനേജേഴ്സിനെ ഇവിടെ താമസിപ്പിക്കും. അതെന്താ, വല്ല നേർച്ചയുണ്ടോ പുള്ളിക്ക്? എനിക്കിവിടെ പറ്റില്ലെന്ന് പറഞ്ഞാലോ? മറ്റൊരിടത്ത് താമസം ശരിയാക്കാം, പക്ഷെ അതിന് കുറച്ച് ടൈം പിടിക്കും. ഇതിലും കുറഞ്ഞ വാടകയ്ക്ക് ഈ ടൗണിൽ ഒരു സ്ഥലം കിട്ടണ്ടേ? ആ ദാമോദര, ഇതാണ് എനിക്ക് പകരം വന്ന സാർ. സാറിന്റെ കാര്യങ്ങളൊക്കെ നീ നേരെ നോക്കിക്കൊള്ളണം. അവനവന്റെ കാര്യങ്ങളൊക്കെ അവനവൻ നോക്കിക്കൊള്ളണം. എനിക്ക് ഇവിടെ 100 കൂട്ടം ജോലിയുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇയാളുടെ കാര്യം കൊണ്ട് ഞാൻ നോക്കണമെന്നാ? അതല്ല, നീ എന്നെ സേവിച്ചതുപോലെ തന്നെ പുള്ളിക്കാരനെ സേവിക്കണമെന്നാ. മാസം കൃത്യം വാടക തന്നില്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല, വെളിച്ചം ഉണ്ടാവില്ല. അതാ ഇയാൾക്ക് കൊടുക്കുന്ന സേവനം. അത് തന്നെ പ്രതീക്ഷിച്ചാ മതി. പിന്നെ വാടക ഒരാഴ്ച വഴിക പെട്ടിയും കിടക്കി എടുത്ത് ഞാൻ പുറത്തേക്ക് വലിച്ചെറിയും. ഈ ദാമോദരന്റെ ഓരോ തമാശ. താങ്കൾ വരൂ. ഇതാ താക്കോൽ. മുറി ഇഷ്ടമായോ? പിന്നെ മനോഹരമായിരിക്കുന്നു. ഈ മാനേജർ ജോലി എന്ന് പറഞ്ഞാ എന്തൊക്കെയാ അതിന്റെ ഒരു? വളരെ ലഘുവായ ജോലികളല്ലേ ഉള്ളൂ. വളരെ സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഓഫീസില് നമ്മൾ ഒരാളെ കാണുള്ളൂ. നമ്മളെ ശാസിക്കാനോ സഹായിക്കാനോ ഒന്നും ആരുമില്ല. എന്ന് രാവിലെ പാഴ്സൽ ഓഫീസിൽ പോയി പാഴ്സൽ ക്ലിയർ ചെയ്ത് ഓഫീസിൽ കൊണ്ടുവയ്ക്കണം. പിന്നെ ആയുർവേദ മരുന്നുകളുടെ റോ മെറ്റീരിയൽസ് മീൻസ് കർപ്പൂരം, കടലാവണ, കാടലോടകം, കുഞ്ഞിക്കുരു, മുത്താറി, നന്നാറി, കുറുന്തോട്ടി, തഴുതാമ, കിരിയത്ത്, ചിറ്റരട്ട, കരിക്കുറഞ്ഞി, പടവല, രോഹിണി, കടുക്ക, കീഴാനെല്ലി തുടങ്ങിയ ഐറ്റംസ് എല്ലാം ആവശ്യമനുസരിച്ച് പർച്ചേസ് ചെയ്ത് പൂനെയിലുള്ള ഏറാടി ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഫാക്ടറിയിലേക്ക് അയച്ചു കൊടുക്കണം. ഈ പർച്ചേസ് എന്നൊക്കെ പറയുമ്പോ അതിനു വേണ്ടി ചില ടൂറൊക്കെ നടത്തേണ്ടി വരും. അതിനുള്ള TND ഒക്കെ കമ്പനി തരും. പിന്നെ ഈ ഏറാടി എന്ന് പറയുന്ന സാറിനെ ഒന്ന് കണ്ടിട്ട് ഞാൻ ബാക്കി കേട്ടോളാം. ബാക്കി പറയാനേ ഈ ശ്രീകണ്ഠൻ ഇവിടെ കാണൂല. എന്റെ പൊന്നണ്ണ, 1 കൊല്ലം ഈ ശ്രീകണ്ഠൻ അനുഭവിച്ചിവിടെ. ഇന്ന് രാവിലെ എന്റെ ഡെപ്പോസിറ്റ് കിട്ടും. അതുകൊണ്ട് ഈ ശ്രീകണ്ഠൻ ഇവിടെ എപ്പോ പോയാൽ ചോദിച്ചാൽ മതി. വിഷ് യു ഗുഡ് ലക്ക്.
ഗുഡ് മോർണിംഗ് സാർ. സാറില്ലേടോ? ഉണ്ട്. അർണോ സാറിനൊന്ന് കാണണല്ലോന്ന് രാവിലെ തൊട്ട് പറയുന്നുണ്ടായിരുന്നു മൂപ്പര്. എന്താ കാര്യം? സാറിനെന്തോ തരാണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അകത്തേക്ക് ചെല്ലൂ. ഇതിലൊരു സംഭവമുണ്ട്, ഒരു പുതിയ സംഭവമുണ്ട്. സസ്പെൻസ്. നിനക്ക് ഈ രണ്ട് കൈകളിൽ ഏത് കൈയാ ഇഷ്ടം? അതിപ്പോ എനിക്ക് പറ, ഏതാ കൂടുതൽ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാ എനിക്ക് രണ്ടും ഒരു പോലെ മുതലാളി. അങ്ങനെ ഡിപ്ലോമാറ്റിക് ആവല്ലേ. നീ ഏതെങ്കിലും ഒരു കൈ പറ. ആകെ രണ്ട് കൈയല്ലേ എനിക്കുള്ളൂ. പറ അർണോസേ, ഇടത്തോ വലത്തോ? അടിസ്ഥാനപരമായി ഞാനൊരു ഇടതുപക്ഷ അനുകൂലിയാണ്. പക്ഷെ കൈയുടെ കാര്യത്തിൽ സാറ് ഉണ്ണുന്ന കൈയല്ലേ നല്ലത്? വലത്തെ കൈ. തന്നെ ശിക്ഷിക്കാനുള്ള ആയുധം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കുറ്റവാളിക്ക് നൽകുന്നതാണ് എന്റെ ശീലം. സാർ ഞാനെന്ത് പഴിച്ചു? നിനക്ക് പിഴച്ചില്ലേ? നിന്റെ കൈപ്പിഴ കൊണ്ടല്ല ഞാനിപ്പോ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. ഇന്ന് ബോംബെയിൽ 2 കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 7 ദിവസം കൊണ്ട് ആളുകളെ വിളിപ്പിക്കുന്ന എയറാഡി സ്പെയർനെസ് ക്രീം ഉപയോഗിച്ച് മുഖത്ത് അലർജി വന്ന അവിവാഹിതകളായ 2 പെൺകുട്ടികളാണ് ഹർജിക്കാർ. നിന്റെ ഒടുക്കത്തെ ഒരു ഫോർമുല. സാർ ഫോർമുല അല്ല പഠിച്ചത്, മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാ. അതേടാ, നിന്നെ മാനുഫാക്ചർ ചെയ്തവന് പറ്റിയ ഡിഫക്റ്റാ. അതിന്റെ ഫലമാണോ ഞാൻ അനുഭവിക്കുന്നത്? സാർ, ഈ അലർജി വന്നവർക്ക് മുഖത്ത് പുരട്ടി അലർജി മാറ്റാനും മുഖകാന്തി വർദ്ധിപ്പിക്കാനും ഒരു പുതിയ ക്രീമിന്റെ ഫോർമുല ഞാൻ തയ്യാറാക്കുന്നുണ്ട്. സാറ് കണ്ടോ, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന വിദ്യ ഞാൻ കാണിച്ചു തരാം. ആ കുറിപ്പടി നിന്റെ ഡെഡ് ബോഡിയുടെ നെഞ്ചത്ത് വെച്ചായിരിക്കും നിന്നെ കുഴിയിലേക്ക് ഇറക്കുന്നത്. ആ തള്ള പിശാചുക്കൾ അവിടുന്ന് പുറത്തിറക്കി അത് പൂട്ടി താക്കോലെ എന്നെ ഏൽപ്പിക്ക. അതാണ് നീ എന്നോട് കാണിച്ചതിന് ചെയ്യേണ്ട പ്രത്യുപകാരം. അല്ലാണ്ട് പുതിയ കണ്ടുപിടുത്തം വല്ലതും നടത്തിയതായി ഞാൻ അറിഞ്ഞ ആൽബർട്ട് കൈതരിക്കണു. ഒരു ശാസ്ത്രജ്ഞന് ഈ ഗതി വരുത്തരുത്. വെറുതെ അല്ല ഇന്ത്യയിൽ കണ്ടുപിടുത്തങ്ങൾ നടക്കാത്ത. ചെവിക്കെല്ലാം അടിച്ചു പൊളിച്ചല്ലേ പ്രോത്സാഹിപ്പിക്കുന്നു. ജനിച്ച കൺട്രി മാറിപ്പോയതാ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഹലോ, അതെ, ഏറാടി സാറിന്റെ വീടാണല്ലോ. ഞാൻ പയ്യോളി, സാറിന്റെ മാനേജരാ. സാറ് ലയൻസിന്റെ മീറ്റിംഗിന് പോകാൻ പാന്റ് ഇട്ടോണ്ടിരിക്കുക. ആരടോ? വെച്ചോ? ഇത് വേറെ കോളാ സാർ. അതെന്ത് കോള്? എടോ കുട്ടിക്കൃഷ്ണൻ പയ്യോളി, നീ ടെലിഫോൺ മിസ്യൂസ് ചെയ്താൽ മാസം വരണ ബില്ല് കൊടുക്കാൻ നിന്റെ തന്ത സമ്പാദിച്ചു വെച്ചിട്ടില്ല. കോള് സാറിന് വന്നു തന്നെയാണ്, പക്ഷെ തരാൻ പറ്റുന്നല്ല. അത് താനാണോ നിശ്ചയിക്കുക? എനിക്കുള്ള കോള് എനിക്ക് തന്നെ തന്നിരിക്കണം. അവന്റെ അമ്മയുടെ മുഖത്ത് തേച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണോടാ ആ വെളുപ്പിക്കുന്ന ക്രീം മാർക്കറ്റിൽ ഇറക്കിയെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ എങ്ങനെ തരും? അങ്ങനത്തെ കോള് വരുമ്പോ നീ പറയേണ്ടത് നീയാണ് ഏറാടിന്ന്. കുറച്ച് തെറി നിന്റെ ഡാഡിക്കും മമ്മിക്കും കിടക്കട്ടോ. ഒന്ന് ഷെയർ ചെയ്യടാ പയ്യോളി. അയ്യോ, ഞാൻ പയ്യോളിന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും വിഷമം ഉണ്ടോ? എന്ത് വിഷമം? എന്റെ സ്ഥലപ്പേരല്ലേ? ഇവനേതാ മുഖം കണ്ടിട്ട് ക്രീം തേച്ചതുപോലെ ഉണ്ടല്ലോ. അത് ആദ്യത്തെ ഡയലോഗിൽ നിന്നറിയാം. ക്രീമാണെങ്കിൽ തെളിയോടെ തുടങ്ങും. നമസ്കാരം ഏറാടി സാർ. ക്രീമല്ല, നമസ്കാരം. ആരാ? സാർ, ഞാൻ വിവേക്, ഫാർമസ്യൂട്ടിക്കൽസിന്റെ പുതിയ മാനേജർ. ഓ, താൻ ഇന്ന് ജോയിൻ ചെയ്യേണ്ട ദിവസമല്ലേ? ഓ, അതിനു മുമ്പൊന്ന് കാണണമെന്ന് തോന്നി. അനുഗ്രഹമാനായിരിക്കും സാർ, കൊടുത്തേക്കൂ. അനുഗ്രഹിച്ചിരിക്കുന്നു. ശ്രീകണ്ഠ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? വിശദമായിട്ട് 1-2 ഡൗട്ട്സ് സാറിനോട് നേരിട്ട് ചോദിക്കാൻ വന്നതാ. ഇതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നം. ഡൗട്ട് എന്താന്ന് വെച്ചാ ചോദിച്ചോളൂ. കഴിഞ്ഞ മാസം എറണാകുളത്ത് ഇന്റർവ്യൂ ചെയ്തപ്പോ സാറ് ചോദിച്ചല്ലോ, പാസ്പോർട്ട് ഉണ്ടോ, കമ്പ്യൂട്ടർ അറിയുമോ, ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയോന്നൊക്കെ. തനിക്ക് ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞില്ലേ? അറിഞ്ഞിരുന്നെങ്കിലോ, ഇവിടെ ഹെലികോപ്റ്റർ ഉണ്ടോ? ഈ പച്ചമരുന്നും അങ്ങാടി മരുന്നും ഒക്കെ പൊതിഞ്ഞു കെട്ടി പാഴ്സൽ ചെയ്യുന്നതിനും മരുന്ന് പെട്ടിയും കൊണ്ട് ആയുർവേദ ഷോപ്പുകളിൽ കയറി ഇറങ്ങുന്നതിനും ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. മാഷെ, എന്റെ ഡെപ്പോസിറ്റ് പണം ഉണ്ടല്ലോ, ഒരു 2 lakhs അതിങ്ങ് തന്നിട്ട് ആളെ വിട്ടേക്ക്. എന്നിട്ട് ഈ കോപ്പിലെ പണിക്ക് വേറെ ആളെ നോക്ക്. നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? വിവേക്. എന്നിട്ട് നീ എന്താ ഇങ്ങനെ അവിവേകം പറയുന്നത്? എടോ, നീ കയ്യൊപ്പിട്ട് തന്ന കടലാസുണ്ട് എന്റെ കയ്യില്. സ്വമേധയാ പിരിഞ്ഞു പോയ 1 വർഷം കഴിഞ്ഞേ ഡെപ്പോസിറ്റ് തിരിച്ചു വാങ്ങിക്കൂന്ന്. ഡു യു റിമെമ്പർ ദാറ്റ്? ഐ ഡു റിമെമ്പർ മിസ്റ്റർ എറാഡി. പക്ഷെ അതൊക്കെ നമുക്കങ്ങ് മറക്കാം. യുദ്ധമില്ലാ കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങൾ അത് മറന്ന് യുദ്ധം ചെയ്യുന്നില്ലേ? എനിക്ക് എന്റെ ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടണം, അത് വാങ്ങിച്ചേ ഞാൻ പോകൂ. ഭീഷണിയാണോ? എന്താ, അങ്ങനെ തോന്നുന്നില്ലേ? മോനെ, ചെറുപ്രായമാണ്, നല്ല തടിയും. നീ ആ വലത്തെ കൈ ചുരുട്ടി എന്റെ നെഞ്ചിൽ കുത്തിയാൽ എനിക്ക് നന്നായി വേദനിക്കും. എനിക്ക് അങ്ങനെ തല്ലു വാങ്ങാൻ ആഗ്രഹമില്ല. എന്നാലാ പണം ഇങ്ങെടുത്തെ. പണം തരാം, പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്റെ ഇല്ല. എന്തേ ഇല്ലാതായെന്ന് ചോദിച്ചാൽ അത് നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കേണ്ട വിഷയമാണ്. ബുദ്ധിമുട്ടാവില്ലല്ലോ? പണം ഇല്ലെന്ന് പറയാൻ അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല.
എങ്ങനെ ഉണ്ടാക്കി തരുമെന്ന് പറയാനാണെങ്കിൽ നമുക്കിരിക്കാം. അതെ അതിനാ പയ്യോളി ആ ലയൺസിന്റെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തേക്ക്. സർ. വിവേകേ വിവേക് അല്ല വിവേക്.